ചേട്ടൻ എനിക്ക് തോന്നുന്നു ദൂരദർശന്റെ സമയം തൊട്ട് ആ സമയം സീരിയൽ ഉണ്ടായിരുന്നു ജ്വാല, അതെ. അപ്പൊ തൊട്ട് ചേട്ടൻ അഭിനയത്തിലുള്ളതാണ്. സീരിയലിലാണെങ്കിൽ തന്നെ എല്ലാ ഒരു ട്രാൻസിഷനും കണ്ടിട്ടാണ് വരുന്നത് ഇപ്പൊ ഈ ഒരു പോയിന്റ് വരെ. അപ്പൊ എന്ത് തോന്നുന്നു ആ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ഡിഫറൻസ് ആണ് ഇപ്പോഴത്തെ ഒരു സീരിയൽ ഫീൽഡിൽ വന്നിരിക്കുന്നത്? അല്ല, പോസിറ്റീവ് ഡിഫറൻസ് അല്ല. കാരണം അന്ന് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അന്ന് ഒരുപാട് സബ്ജക്റ്റുകളുണ്ടായിരുന്നു, ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ സീരിയൽ എന്ന് പറയുന്നത് ബിസിനസ് മാത്രമായി. അതായത് ചാനലിന് ലാഭം ഉണ്ടാകുന്ന ഒരു കാര്യം, പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം. പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാവാറില്ല, ഭയങ്കര പാടാണ് പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാവാൻ. 90% പ്രൊഡ്യൂസേഴ്സ് നഷ്ടത്തിലാണ്. അപ്പോൾ ഇതിനിടയിൽ ഡയറക്ടേഴ്സിന് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇല്ല. അവർ ആദ്യത്തെ ഒരു 25-100 എപ്പിസോഡ് വരെ അവരുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാൻ ഒരു 35 സീരിയലുണ്ടെങ്കിൽ 5 സീരിയലിലുള്ള ഡയറക്ടേഴ്സിന് അതിന് കഴിയും. അതിനുശേഷമുള്ള എല്ലാം സ്ട്രഗിളിങ്ങാണ്. നമ്മൾ രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ നമ്മൾ എല്ലാ, ഇപ്പോൾ നായകനോ നായികയാണെന്നുണ്ടെങ്കിൽ എല്ലാ സീനിലും ഉണ്ടാവും. ഇരിക്കാൻ പോലും സമയം കിട്ടില്ല. അതെ, സ്ട്രെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനനുസരിച്ച് ഒരു ദിവസം നമുക്ക് 2 എപ്പിസോഡ് കിട്ടിയില്ലെങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സിന് വലിയ ലോസാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത്, നമ്മൾ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. ഞങ്ങൾ അഭിനയിക്കുന്നവർക്കില്ല, ഡയറക്ടർക്കില്ല, ക്യാമറമാൻ ഇല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ആർക്കും ഇല്ല. ഫുഡ് തരുന്ന ആൾക്കാർക്ക് പോലും ക്രിയേറ്റിവിറ്റി ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത്.